ഞാൻ റിനി റാന്നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തേക്ക് കേട്ടായിരുന്നു. പക്ഷേ എനിക്ക് പത്രം കിട്ടിയിരുന്നെങ്കിലും ഞാനത് വായിക്കാറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 2 വട്ടം ഫസ്റ്റ് ടൈം ഞാൻ ബോംബെ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ നേഴ്സാണ്, സ്റ്റാഫ് നേഴ്സായിട്ട് ബോംബെ വർക്ക് ചെയ്യുക. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ OET എഴുതി യൂറോപ്യൻ കൺട്രി പോയപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി എന്നാൽ OET എക്സാം എഴുതാമെന്ന്. 2 വട്ടം എഴുതിയെങ്കിലും ഒരു മോഡ്യൂള് പോയി അതെനിക്ക് നല്ല സ്കോർ കിട്ടാൻ C കിട്ടി. ബാക്കിയെല്ലാം B ആയിട്ട് ഒരു സ്കോറായി കുറഞ്ഞത് കാരണം 2 വട്ടം എഴുതിയപ്പം കിട്ടാഞ്ഞപ്പം നിരാശയായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്കൊരു മോനുണ്ട്, 8 വയസ്സൊരു മോനുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും കുറ്റപ്പെടുത്തലുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് OET കിട്ടാത്തത് വരെ പറഞ്ഞു. എങ്കിലും നഴ്സിംഗ് ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം OET എങ്ങനെയാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം. അപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയായിരുന്നു കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഞാനൊരു മർത്തമക്കാരിയാണ്. അപ്പം എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടെന്നാലും കൂടുതലായിട്ട് അറിയത്തില്ല ഞാൻ ഉടമ്പടി എങ്ങനെ എടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് എങ്ങനെ ഉടമ്പടി എടുക്കണമെന്നൊന്നും അറിയില്ല. അപ്പം അത് ഞാനപ്പം വിട്ട് കളഞ്ഞു. പിന്നീട് ഞാൻ വീട്ടിൽ ഇതുപോലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ വന്നപ്പോൾ അവന് 3-4 ദിവസം പനിയായിട്ട് വന്നു. പനി വന്നപ്പം അടുത്തൊരു ആൻറ്റി വന്നിട്ട് പറഞ്ഞു മോളെ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം. അപ്പം ഞാൻ ആ ആൻറ്റി ഒരു വട്ടം എന്നോട് പറഞ്ഞു. ആൻറ്റി തൈലവും എല്ലാം ഉപയോഗിച്ച ശേഷം കുഞ്ഞിൻ്റെ പനി പൂർണ്ണമായിട്ട് മാറിയപ്പോൾ എനിക്ക് വിശ്വാസം വന്നു. എൻ്റെ കണ്ണു മുന്നിൽ ഞാൻ കണ്ടു അത് പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് സുഖം പ്രാപിച്ച് മനസ്സിലായി. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് അപ്പോഴും ഒരു ഇതില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ വെറുതെ ഒരു ബഹ്റിനിലെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു കത്തപ്രോമറ്റിക് എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സാലറി കുറവായിരുന്നെങ്കിലും ഇത്രയും 2 വട്ടം എഴുതിയിട്ട് കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയപ്പം ഞാൻ കത്തപ്രോമറ്റിക്ക് 2 വട്ടം OET ഫെയിലായി. ഇനി ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, എല്ലാവരും പറയും. അങ്ങനെ വളരെ വിഷമത്തിരുന്നപ്പോൾ ആൻറ്റി പറഞ്ഞു മോളെ നീ ആണെങ്കിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് കത്തപ്രോമറ്റ് എക്സാം ഉറപ്പായിട്ടും പാസ്സാവുമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഫലമായിട്ട് ഞാൻ മമ്മിയും കൂട്ടി ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ വെച്ചു. ആദ്യത്തെ നിയോഗം ഞാൻ പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ കത്തപ്രോമറ്റ് കിട്ടണമെന്നായിരുന്നു. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇവിടെ വന്നത് 2024 ഏപ്രിൽ 27 ആയിരുന്നു. എൻ്റെ എക്സാം ഈ മെയ്യിലായിരുന്നു. അപ്പം ഞാൻ 10 ദിവസത്തെ ക്രഷ് കോഴ്സിന് ഞാൻ പോയായിരുന്നു. എന്നാൽ എനിക്കിപ്പം ഉള്ളിലാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് കിട്ടുമോ എന്നുള്ള സംശയമായിരുന്നു. ഞാൻ ആ എക്സാം ദിവസം ഞാൻ ഈ ഉടമ്പടി പറയുന്ന പ്രകാരം ഞാൻ ഉപ്പും എല്ലാം തൈലവും എല്ലാം കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയുമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ പോയത്. തിരുവനന്തപുരത്തായിരുന്നു എക്സാം സെൻറ്റർ. അപ്പോൾ അതിന് കയറുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ തൈലവും നെറ്റി പുരട്ടി ഞാൻ എല്ലാം വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് അകത്ത് കയറിയത്. ഫസ്റ്റ് ടൈം കത്തപ്രോമറ്റിക്കിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്കാണെങ്കിൽ 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം ഇങ്ങനെ സ്റ്റാർട്ടിങ് കയറിയപ്പോൾ തന്നെ ടൈമിങ് കാണിച്ച് തുടങ്ങും. അപ്പം തന്നെ 2-4-5 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു. അപ്പം തന്നെ ഈ സിസ്റ്റം അങ്ങ് ഓഫായിപ്പോയി. വീണ്ടും ടൈം പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ വീണ്ടും അവർ ഓണാക്കി തരും. അപ്പോൾ എൻ്റെ ടൈം ഇപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പം വീണ്ടും അവർ പിന്നെ വന്ന് പറഞ്ഞിട്ടു ഫുൾ സിസ്റ്റം ഓഫാക്കിയിട്ട് പറഞ്ഞു തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വന്ന എല്ലാം പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് എല്ലാം ഞങ്ങളുടെ പല ഫീൽഡിലുള്ള മെഡിക്കൽ സ്റ്റോർ അങ്ങനെ നഴ്സിംഗ് പഠിക്കുന്നവർ എല്ലാവർക്കും അറിയാം. പല ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പല ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ചിലതൊക്കെ വർഷങ്ങളായത് കാരണം എനിക്ക് മറന്നു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നൊരു നിന്ദാപാത്രമാക്കരുത്, എനിക്ക് ഈ പ്രാവശ്യം തന്നേ പറ്റത്തുള്ളൂ. യേശുപ്പച്ചനോടും മാതാവിനോട് ഒരേപോലെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എന്നെ ആ സമയം എന്നെ ഭയങ്കരമായിട്ടും ബലപ്പെടുത്തി. ആൻസേഴ്സൊക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഞാൻ ഓരോന്നും കൃത്യമായിട്ട് ചെയ്തു. ഞങ്ങൾ കത്തപ്രോമറ്റിക് എക്സാമിന് ആ ടൈമിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉടൻ തന്നെ റിസൾട്ട് അറിയാം. ഞാൻ എല്ലാം കഴിഞ്ഞ് സമയം കഴിഞ്ഞു. അപ്പം ഞാൻ സ്ക്രീനിൽ നോക്കിയപ്പോൾ പാസ് എന്നാണ് കാണിച്ചത്. എനിക്ക് സന്തോഷമാണോ കരയാനാണോ എന്നറിയത്തില്ല. ഞാൻ ഇറങ്ങി കരയുമായിരുന്നു. വെളിയിരുന്ന് ഭയങ്കരമായിട്ടും കരഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ചോദിച്ചു ചേച്ചി വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് എഴുതാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടാത്തതിനല്ല കിട്ടിയതിനുള്ള സന്തോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷം തോന്നി. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഖത്തറിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിന് ഞാൻ ബഹ്റിനിൽ പോകണം, ഞാനെന്നാൽ ഖത്തറിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കത് കിട്ടി. എന്നിട്ട് അതിൻ്റെ എല്ലാം വിസ എല്ലാം വന്ന ശേഷം പെട്ടെന്ന് അത് റിജക്റ്റ് ആയിപ്പോയി.
ടിക്കറ്റ് വരാൻ ഒരാഴ്ച ഉണ്ടായിരുന്നു, അപ്പോൾ റിജക്റ്റായി. അപ്പോഴും എനിക്ക് വീണ്ടും നിരാശയായി. ഇനി എന്താ ഇങ്ങനെ എനിക്കിങ്ങനെ വരുന്നതെന്നുള്ള വിഷമമായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി പറയുന്ന പ്രകാരം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഉഴപ്പി പോയതെന്ന് ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലാനൊക്കെ ഉഴപ്പി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉഴപ്പിയതിൻ്റെ ഫലമായിട്ട്. പക്ഷേ ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു, അരമണിക്കൂറൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ ഇതെടുത്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയാൻ മുഖാന്തരമായി. അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും ഞാൻ വേറൊരു ഏജൻസിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഫാസ്റ്റായിട്ട് ഞാൻ വേറെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അതും കിട്ടി. അതിൻ്റെ എല്ലാം പ്രോസസ്സിങ് പെട്ടെന്ന് ഫാസ്റ്റായി. രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി. അപ്പം ഫാസ്റ്റായിട്ട് നടന്നു. ഈ വരുന്ന 24 ഞാൻ ഖത്തറിന് പോവുകയാണ്. എനിക്ക് അതിൽ വലിയ വിശ്വാസമുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം അപേക്ഷിച്ചാലും ദൈവം നമുക്ക് തരും. അതിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസം എന്നിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നിലൂടെ ഒരാളെങ്കിലും ദൈവത്തെ കൂടുതലായി അറിയുവാണത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു അനുഗ്രഹമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മമ്മിക്ക് കൈയെ മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയ അവസ്ഥയായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ബയോപ്സി അയക്കണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്ത് പല ഹോസ്പിറ്റലിലും കാണിച്ചിട്ടൊന്നും കുറയുന്നില്ല. മമ്മി തൈലം വെച്ചൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി. പിന്നീട് മമ്മിക്ക് കുറേ നാളായിട്ട് മോശം പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ യേശുപ്പച്ചനോട് പറയണം മമ്മിക്കൊരു കുഴപ്പം കാണില്ല, ഞാനൊരു കുഴപ്പമില്ലെന്ന് റിപ്പോർട്ട് വരുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ബയോപ്സി ചെറിയ പൈൽസിൻ്റെ ആരംഭം, അല്ലാതെ വേറെ പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ദൈവം 3 കാര്യങ്ങളാണ് സാധിച്ചു തന്നത്. പിന്നെ ഞാൻ പറയുന്ന ഞാൻ 6 നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, 3 നിയമങ്ങളും സാധിച്ചു. പിന്നീട് ഇപ്പോൾ 3ാമത് പുതുക്കി. എനിക്ക് വിശ്വാസമുണ്ട് ബാക്കിയുള്ള നിയമങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരുമെന്ന്. എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി പ്രകാരം നമ്മൾ അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കെല്ലാം കിട്ടുമെന്നാണ്. നമ്മൾ ഇതിലൂടെ നമ്മൾ കൂടുതലായി ദൈവത്തെ അറിയുകയും വചനം പഠിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നീട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിലൂടെ ഒരാളെങ്കിലും ദൈവത്തെ അറിയണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്തു. സങ്കീർത്തനം 23 പ്രകാരം കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മളെ നയിക്കുന്ന ഇടയൻ ദൈവമാണ് എന്നുള്ള വലിയൊരു വിശ്വാസം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ എൻ്റെ ഈ ഒരു സാക്ഷ്യം കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈശോയിലേക്ക് തിരിയുവാനുള്ളൊരു കൃപയുണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥന ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകണം. എൻ്റെ നിയോഗം അത് സാധിച്ചു കിട്ടണം. അത് സാധിച്ചു കിട്ടുന്നതിലൂടെ ആരെങ്കിലുമൊക്കെ ഈശോയെ അറിയുവാനും ഈശോയ്ക്ക് അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനും കൃപയുണ്ടാകണമെന്നൊരു പ്രാർത്ഥന ഉണ്ടാകണം. ശരിക്കും ഈ സഹോദരി ഇവിടെ വരുന്നത് പിന്നെ ഖത്തറിലേക്കുള്ള പ്രോമെട്രിക് എക്സാമിന് പാസ്സാകുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പൂർണ്ണമായിട്ടും കർത്താവ് ആ ഒരു കാര്യത്തെ ഏറ്റെടുക്കുകയും പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഈ സഹോദരിയെ സഹായിച്ചു. അത് പറയുന്നു, അമ്മയ്ക്ക് മോഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബ്ലഡിൻ്റെ അംശം ഉണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും നേരത്തെ വസ്തു ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് അതും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റുന്നു. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തർ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നവരെ, ഈ സാക്ഷ്യം കാണുന്നവരെ, നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നിയോഗങ്ങളുള്ളവരാണ്, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, കർത്താവിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ആത്മാർത്ഥമായിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. കർത്താവ് നിങ്ങളുടെ കൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ്റെ 14:18 ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത്. കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ സഹായിക്കും. ഈ സഹോദരിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടതിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.